Hi everyone. ഇന്ന് നമ്മൾ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണിത്. അതായത് എ എൻ ഓഫ് എക്സ് ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് വൺ ഓഫ് എക്സ് ഡി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു എൻ മൈനസ് വൺ plus etc plus a1 of x into dy by dx plus a naught of x into y is equal to g of x. ഇവിടെ ഈക്വൽ ടു 0 ആയാൽ അത് ഏത് തരം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു? ഹോമോജീനിയസ് ആയിരുന്നു. അപ്പോൾ നോൺ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇവിടെ ഈക്വൽ ടു g of x വേണം. സം ഫങ്ഷൻസ് ഓഫ് x. ഓക്കെ, where a0, a1, a2, etc., an and g of x are continuous real functions on a common interval I and n of x not equal to 0 on I. Then the general solution of non-homogeneous linear differential equation is of the form I of x equal to yc of x plus yp of x. അതായത് ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോമാണ് ഏത്? y of x is equal to yc of x plus yp of x. അതായത് yc of x എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുക? yc of x എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടുമല്ലോ. അതായത് c1 y1 പ്ലസ് c2 y2 എന്ന ഫോമിലായിരിക്കുമല്ലോ ആ സൊല്യൂഷന്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ. അപ്പോൾ അത്തരം സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? yc of x എന്ന് പറയുന്നത്. ഇനി yp of x എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ 1, അതായത് നമ്മുടെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫങ്ഷന്, അത് ഏത് ഫങ്ഷനും ആവാം കേട്ടോ, ആ എന്ത് മതി? നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? yp of x എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഹിയർ yc of x ഈക്വൽ ടു c1 y1 of x പ്ലസ് c2 y2 of x പ്ലസ് എക്സെട്ര പ്ലസ് en yn of x നോൺ ആസ് ദി കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ്. അതായത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് ഇത്. അതിൽ നമ്മൾ എന്താ പറയുക? കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് yp എന്നതിന് നമ്മൾ പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ്. അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് കോൾഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇറ്റ് ഈസ് എനി ഫങ്ഷൻ free of arbitrary parameters that satisfies equation 1. അതായത് ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണണം. കൂടാതെ എന്തും കൂടെ വേണം? ഒരു yp എന്ന സൊല്യൂഷൻ വേണം, അതായത് പെർട്ടിക്കുലർ സൊല്യൂഷനും വേണം. അതായത് നമുക്ക് തന്ന നോൺ ഹോമോജീനിയസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആയിരിക്കണം yp എന്നത്. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം നോക്കൂ. വെരിഫൈ ദാറ്റ് yp ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x. അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x. ഇവിടെ ഈക്വൽ ടു 0, അതായത് ദിസ് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ അത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഇവിടെ എന്താണ്? ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? ഇറ്റ് ഈസ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? yp ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നതൊരു സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ജനറൽ സൊല്യൂഷനും കണ്ടുപിടിക്കണം. അപ്പോൾ yp ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നത് സൊല്യൂഷൻ ആണെങ്കിൽ
നമ്മുടെ ഈ വൈ പി എന്നത് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? നമ്മുടെ ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇവിടെ വൈക്ക് പകരം വൈ പി കൊടുത്താലും നമുക്കിതേ ഇക്വേഷൻ കിട്ടണം. ഓക്കെ, അതായത് സിൻസ് വൈ പി സൊല്യൂഷൻ ആണെങ്കിൽ if yp is a solution of ഏതിൻ്റെ സൊല്യൂഷനാണ്? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y 2y ഡാഷ് പ്ലസ് 5y is equal to 5x cube minus 6x square plus 6. Then we have വൈക്ക് പകരക്ക് എന്ത് ചെയ്യുക? വൈ പി എടുക്കുക. അപ്പോൾ വൈ പി ഡബിൾ ഡാഷ് മൈനസ് 2yp ഡാഷ് പ്ലസ് 5yp ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6 എന്ന് കിട്ടണം. അതായത് വൈക്ക് പകരം നമ്മൾ വൈ പി കൊടുത്താലും അതേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം? വൈ പി ഡബിൾ ഡാഷ് വേണം, വൈ പി ഡാഷ് വേണം, അതുപോലെ വൈ പി ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വൈ പി എന്നത് എക്സ് ക്യൂബ് ആണെങ്കിൽ വൈ പി ഡാഷ് എന്താ വരിക? ഫസ്റ്റ് ഡെറിവേറ്റീവ് 3x സ്ക്വയർ എന്ന് വരും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവോ വൈ പി ഡബിൾ ഡാഷ് എന്നത് 6x. സോ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിലെ ഈ ഒരു ഇക്വേഷൻ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് വിചാരിച്ചോളൂ. അതിൻ്റെ LHS കാണാം. അതായത് വൈ പി ഡബിൾ ഡാഷ് മൈനസ് 2yp ഡാഷ് പ്ലസ് 5yp ഈസ് ഈക്വൽ ടു വൈ പി ഡബിൾ ഡാഷ് എന്താണ്? 6x ആണ്. മൈനസ് 2 ഇൻറ്റു വൈ പി ഡാഷ് വന്നാൽ 3x സ്ക്വയർ ആണ്. പ്ലസ് 5yp എന്ന് പറഞ്ഞാൽ 5x ക്യൂബ് അല്ലേ? അതായത് 6x മൈനസ് 6x സ്ക്വയർ പ്ലസ് 5x ക്യൂബ്. അതായത് 5x ക്യൂബിൻ്റെ ടേം ആദ്യം എഴുതി മൈനസ് 6x സ്ക്വയർ പ്ലസ് 6. സോ വൈ പി ഡബിൾ ഡാഷ് മൈനസ് 2yp ഡാഷ് പ്ലസ് 5yp ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x എന്ന് കിട്ടി. Therefore yp ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എ സൊല്യൂഷൻ ഓഫ് അതായത് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു കിട്ടി. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വൈ പി എന്നത് ആരുടെ സൊല്യൂഷനാണ്? വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ്. അതായത് ഈ വൈ പിക്കൊക്കെ വരെ എന്ത് ചെയ്യുക? വൈ തന്നെ കൊടുക്കുക. 2y ഡാഷ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6. ഇപ്പോൾ വൈ പി ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നത് ഒരു സൊല്യൂഷനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. കാരണം നമ്മൾ ഈ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുക? വൈ പി, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത്, അതായത് വൈ പി ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് കിട്ടി. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ എന്നും കൂടെ ഉണ്ട്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കണം. അതായത് ഇവിടെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ വരിക? വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 5y ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതല്ലേ ഹോമോജീനിയസ് ഇക്വേഷൻ വരിക? കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 ആയാൽ മതി. ഇവിടെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തായി? കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്നത് ഇതാണ്. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ? ഓക്സിലറി ഇക്വേഷൻ ഈസ് എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് എം ഇസ് ഈക്വൽ ടു എന്തെഴുതാം?
ഇനി നേരത്തെ അതേപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എമ്മിൽ. അപ്പോൾ കമ്പയറിങ് ദിസ് ഇക്വേഷൻ വിത്ത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? വി ഗെറ്റ് എ ഈക്വൽ ടു എ എന്നത് 1 ആണ് അല്ലേ? 1 എം സ്ക്വയർ എന്നല്ലേ വരിക. അപ്പോൾ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -2 ആൻഡ് സി ഈക്വൽ ടു 5. ദെൻ ദ സൊല്യൂഷൻ, അതായത് സോൾവിങ് ഇതൊന്നും എങ്ങനെ സൊല്യൂഷൻ കാണാം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നല്ലേ? ഇവിടെ എക്സിന് പകരം നമുക്ക് ആരാ ഉള്ളത്? എം ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എം ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ എ ഇൻറ്റു 1 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് ഓർ മൈനസ് -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. -4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -16 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 4 ആയി എന്നല്ലേ വരാം. കാരണം റൂട്ട് 16 എന്നത് 4 ആണ്. അപ്പോൾ ഒരു മൈനസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ഐയും കൂടെ വേണം. അപ്പോൾ 4i ഡിവൈഡഡ് ബൈ 2. ന്യൂമറേറ്ററിൽ 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് 2i ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് 2i എന്ന് കിട്ടി. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 2i. അതായത് നമ്മുടെ എം എന്നത് കോംപ്ലക്സ് റൂട്ടാണ് അല്ലേ? ഇപ്പോൾ കോംപ്ലക്സ് റൂട്ടാണ്. അതായത് ഇവിടെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ആൽഫ എന്നത് എന്താണ്? 1 ആണ്, ബീറ്റ എന്നത് 2 ആണ്. ഇപ്പോൾ ഹിയർ എം ഈസ് എ കോംപ്ലക്സ് റൂട്ടാണ് വിത്ത് ആൽഫ ഈക്വൽ ടു ആൽഫ എത്രയാണ്? 1, ബീറ്റ ഈക്വൽ ടു 2. Okay. Therefore, general solution of corresponding homogeneous equation is y is equal to എന്താ വരിക? e raised to alpha x into a cos beta x plus b sin beta x എന്നാ. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to alpha x എന്ന് പറയുമ്പോൾ e raised to 1 into x into a cos beta x എന്ന് പറയുമ്പോൾ a cos 2x plus b sin 2x. അപ്പോൾ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ്. അതിനെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? YC ആണ് ഡിനോട്ട് ചെയ്യുന്നത്. Therefore, YC ഈക്വൽ ടു e raised to x into a cos 2x plus b sin 2x. ഓക്കെ, ഇനി YP എന്നത് എക്സ് ക്യൂബാണെന്ന് നമുക്കറിയാമല്ലോ. എക്സ് ക്യൂബ് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അപ്പോൾ എന്താ വരിക? y ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, YC പ്ലസ് YP. ഹെൻസ് the general solution of given non-homogeneous equation is differential equation is y is equal to YC plus YP. That is equal to YC എന്ന് പറഞ്ഞാൽ
e raised to x into a cos 2x plus b sin 2x പ്ലസ് വൈ പി എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ്. ഓക്കെ, താങ്ക് യു.